അപ്പോൾ നമ്മൾ ഇന്ന് തേർഡ് മൊഡ്യൂളിലെ നെക്സ്റ്റ് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് സ്പീഡ് കൺട്രോൾ ഓഫ് ഇൻഡക്ഷൻ മോട്ടോഴ്സ്. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടോഴ്സിൽ എങ്ങനെയൊക്കെയാണ് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന 3 ടെക്നിക്സും അതിൻ്റെ മെത്തേഡുകളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. Three-phase induction motor is basically a constant speed motor and is widely used in industries due to low cost and rugged construction. ഒരു ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് സ്പീഡ് മോട്ടറാണ്. അതിലെ സ്പീഡ് എന്താണ് എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. ഇത് ഇൻഡസ്ട്രിയിലൊക്കെ യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് അതിന് ലോ കോസ്റ്റുമാണ്, അതിന്റെ കൺസ്ട്രക്ഷൻ ഭയങ്കര സിമ്പിൾ ആണ്. And the speed control of an induction motor is done at the cost of decrease in efficiency and low electrical power factor. ഈ എന്താ പറയുക, സ്പീഡ് കൺട്രോൾ ഓഫ് ഇൻഡക്ഷൻ മോട്ടോറിലെ സ്പീഡ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അതിൻ്റെ എഫിഷ്യൻസിയിലുള്ള കുറവും ഇലക്ട്രിക്കൽ പവർ ഫാക്ടർ കുറവായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. And the speed control means the change the drive speed as desired by the process to maintain different process parameters at a different load, and it is an energy saving, and the speed control is either done manually by the operator or by means of some automatic control device. And also this induction motor requires low speed starting requirement is needed. അതായത് ഒരു ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറഞ്ഞാൽ അതിന് എന്താണ്, സ്പീഡ് കോൺസ്റ്റന്റ് ആണ്. ഇത് ഇൻഡസ്ട്രിയിലൊക്കെ വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോട്ടറാണ് എന്ത്, ഈ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. കാരണം അതിന് സ്പീഡ് കുറവാണ്, സ്പീഡല്ല, അതിൻ്റെ കോസ്റ്റ് കുറവാണ്, കൺസ്ട്രക്ഷൻ സിമ്പിൾ ആണ്. പിന്നെ ഈ എഫിഷ്യൻസിയും ഇലക്ട്രിക്കൽ പവർ ഫാക്ടർ ലോ ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് എനർജി സേവ് ചെയ്യാൻ പറ്റും. പിന്നെ മാത്രമല്ല ഈ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൽ സ്പീഡ് നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് അതിൻ്റെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്ക് തന്നെ അത് മാനുവലി കൺട്രോൾ ചെയ്യാം, അതല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക്കലി ഒരു കൺട്രോൾ ഡിവൈസ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പീഡ് കൺട്രോൾ ചെയ്യാം. ഒന്നെങ്കിൽ ഓപ്പറേറ്റർ തന്നെ കൺട്രോൾ ചെയ്യുക, അതല്ലെങ്കിൽ ഒരു പുറത്തുനിന്ന് നമ്മളൊരു ഡിവൈസ് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും മെത്തേഡ്സുകൾ അല്ലെങ്കിൽ ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാം. പിന്നെ എന്താ പറയുക, ഇതിന് ഇനീഷ്യൽ അതായത് ഈ മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് മതി, ചെറിയ സ്പീഡ് മതി. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആണ്, ഈ ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ലോ സ്പീഡ് മതി സ്റ്റാർട്ടിങ് സമയത്ത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് ഒരു ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിനെ കുറിച്ച് അറിഞ്ഞിരിക്കാനുള്ളത്. Three-phase induction motor. The speed control of a three-phase induction motor depends on various factors like supplied voltage, frequency, and number of poles. And the speed of a three-phase induction motor needs to be varied according to the requirement. That is, speed control ഡിപ്പെൻഡ് ചെയ്യുന്നത് 3 ഫാക്ടേഴ്സിനെയാണ്. ഒന്ന് വോൾട്ടേജ്, ഒന്ന് ഫ്രീക്വൻസി, ഒന്ന് മോട്ടോറിലുള്ള നമ്പർ ഓഫ് പോൾസിനെ. പിന്നെ സ്പീഡ് ഓഫ് നമ്മൾ ഓരോ ആവശ്യം അനുസരിച്ച് നമുക്ക് സ്പീഡ് വാരി ചെയ്യേണ്ടി വരും മോട്ടോറിൽ. ആസ് ദ ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആർ വൈഡ്ലി യൂസ്ഡ് ദെയർ സ്പീഡ് കൺട്രോൾ മേ ബി റിക്വയർഡ് ഇൻ മെനി ആപ്ലിക്കേഷൻസ്. അതായത് നമ്മൾ പറഞ്ഞു ഈ ഇൻഡക്ഷൻ മോട്ടോഴ്സ് എന്താണ് പൊതുവായിട്ട് ഇൻഡസ്ട്രീസിലൊക്കെ യൂസ് ചെയ്യുന്നത് ഈ മോട്ടോറാണെന്ന് പറഞ്ഞു. അപ്പോൾ പല ആപ്ലിക്കേഷൻസിൽ ആ ആപ്ലിക്കേഷൻ്റെ ആവശ്യകത അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ദ ബേസിക് ഫോർമുല ഓഫ് എ സ്പീഡ് കൺട്രോൾ ഇസ് സിങ്ക്രണസ് സ്പീഡ്. നമ്മൾ മുമ്പേ പഠിച്ചതാണ്. സിങ്ക്രണസ് സ്പീഡ് ഡിനോട്ട് ചെയ്യുന്നതാണ് എന്ത്, എൻ എസ് എന്ന് പറയുന്നത്. നമുക്ക് ബേസിക് ഇക്വേഷൻ ആണ് എന്ത്, 120 F/P. എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി, പി എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസ്. ഇതൊരു ജനറൽ ഇക്വേഷൻ ആണ്, എന്തിൻ്റെ, സ്പീഡ് കൺട്രോളിൻ്റെ ബേസിക് ഫോർമുലയാണ് ഇത്. അപ്പോൾ ഇവിടെ എന്താണ്, സ്പീഡും ഫ്രീക്വൻസിയും പ്രൊപ്പോർഷണൽ ആണ് അല്ലേ, സ്പീഡും നമ്പർ ഓഫ് പോൾസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. Actual speed of an induction motor is given by Nr is equal to Ns into 1 minus S. നേരത്തെ പറഞ്ഞത് സിങ്ക്രണസ് സ്പീഡാണ്, അതായത് മോട്ടോറിൻ്റെ ബേസിക് ഫോർമുലയാണ് അത്. ഇനി ആക്ച്വൽ സ്പീഡ് ഡിനോട്ട് ചെയ്യുന്നതാണ് Nr എന്ന് പറയുന്നത്, അത് ഈക്വൽ ടു Ns into 1 minus S. Ns എന്ന് പറഞ്ഞാൽ സിങ്ക്രണസ് സ്പീഡാണ്, S എന്ന് പറഞ്ഞാൽ സ്ലിപ്പാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ ഗിവൺ ബൈ
റോട്ടർ സ്പീഡ് NR is equal to നമ്മൾ ആ NS into 1 minus S, ആ NSന് പകരം നമ്മൾ അടുത്ത ഇക്വേഷനിൽ എന്താക്കി എഴുതി 120F/P എന്ന് എഴുതി. കാരണം അത് തൊട്ട് മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ കണ്ടു NS equal to 120F/P ആണെന്ന് കണ്ടു. അതാണ് ഇവിടെ NR equal to NS into 1 minus S ലെ NS മാറ്റിയിട്ട് നമ്മൾ അടുത്ത ഇക്വേഷനിൽ എന്ത് മാറ്റി എഴുതി 120F/P into 1 minus S എന്നാക്കി എഴുതി. S സ്ലിപ്പാണ്. അപ്പോൾ നമുക്കിത് നോക്കിയാൽ കാണാൻ പറ്റും ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് പോൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, സ്ലിപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സിനെയാണ് ആര് ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മളെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ടെക്നിക്സ്, മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഓഫ് സ്പീഡ് കൺട്രോൾ: സ്റ്റേറ്റർ വോൾട്ടേജ് കൺട്രോൾ, സ്റ്റേറ്റർ ഫ്രീക്വൻസി കൺട്രോൾ, VF കൺട്രോൾ. VF കൺട്രോൾ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഫ്രീക്വൻസി കൺട്രോൾ, റോട്ടർ വോൾട്ടേജ് കൺട്രോൾ, റോട്ടർ റെസിസ്റ്റൻസ് കൺട്രോൾ, അപ്ലൈഡ് വോൾട്ടേജ് ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള മെത്തേഡ് ഉണ്ട്, ആൻഡ് കാസ്കേഡ് കൺട്രോൾ ഓഫ് 2 മോട്ടോഴ്സ്. ഇത്രയും മെത്തേഡുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പീഡ് കൺട്രോൾ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസ് പ്രകാരം ഫസ്റ്റത്തെ 3 ടെക്നിക്സ് ആണ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. അതാണ് അധികം എക്സാംസിൽ ചോദിക്കാറ്. അപ്പോൾ ആദ്യത്തെ 3 ബാക്കി നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഫസ്റ്റത്തെ 3 കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ഐഡിയ വേണം. അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് സിലബസ് പ്രകാരം അതാണ് പഠിക്കാനുള്ളത്. Okay, here the first 3 methods are the basic methods of speed control. ആണ് ബേസിക് മെത്തേഡ്സ് ഓഫ് സ്പീഡ് കൺട്രോൾ ആണ് മൊത്തം. അപ്പോൾ നമുക്ക് സ്റ്റേറ്റർ വോൾട്ടേജ് കൺട്രോളും ഫ്രീക്വൻസി കൺട്രോളും VF കൺട്രോളും എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. First one, stator voltage control. We know that the synchronous speed NS എന്ന് പറയുന്നത് എന്താണ്, 120F/P ആണെന്ന് കണ്ടു. സ്ലിപ്പ് എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ ആണ് എന്ത്, NS minus N/NS എന്ന് പറയുന്നത്. ടോർക്കിന്റെ ഇക്വേഷൻ ആണ് T equal to 3/2πNS into E2 square R2 x square plus x2 square. ഇതിൽ E2 എന്ന് പറയുന്നത് റോട്ടർ EMF-ഉം. ഇൻഡക്ഷൻ മോട്ടോറിന് സ്റ്റേറ്ററും റോട്ടറും ഉണ്ടാവും. റോട്ടറിന്റെ EMF ഡിനോട്ട് ചെയ്യുന്നതാണ് E2. NS സിങ്ക്രണസ് സ്പീഡ്. R2 എന്ന് പറയുന്നത് റോട്ടറിന്റെ റെസിസ്റ്റൻസ് ആണ്. X2 എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ആണ്. ഇത്രയും പാരാമീറ്റേഴ്സ് സ്റ്റേറ്റർ വോൾട്ടേജ് കൺട്രോളിൽ നിങ്ങൾ ബേസിക് ആയിട്ട് അറിയേണ്ടത് ഇത്രയും ഇക്വേഷൻസ് ആണ്. The resistance R2 is constant, and if slip is small, then Sx2 is small that it can be neglected. ടോർക്കിന്റെ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. റോട്ടർ റെസിസ്റ്റൻസ് R2 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇനി സ്ലിപ്പ് സ്മോൾ ആണെങ്കിൽ നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും വളരെ സ്മോൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, നെഗ്ലക്ട് ചെയ്യാം. പിന്നെ ടോർക്ക് എന്ന് പറയുന്നത് E2 സ്ക്വയറിനോട് പ്രൊപ്പോർഷണൽ ആണ്. അതായത് ആ ഇക്വേഷൻ, ടോർക്കിന്റെ ഇക്വേഷൻ നോക്കുക, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ E2 എന്ന് പറയുന്നത് റോട്ടർ ഇൻഡ്യൂസ്ഡ് EMF ആണ്. E2 തന്നെ നമ്മളുടെ എന്തിന് പ്രൊപ്പോർഷണൽ ആണ്, വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, ടോർക്ക് പ്രൊപ്പോർഷണൽ ടു E2ഉം E2 പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജും ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ടോർക്ക് പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും, വോൾട്ടേജിന്റെ സ്ക്വയർ ആയിരിക്കും. Thus, if supplied voltage is decreased, torque also decrease. അപ്പോൾ എന്താ, സ്പീഡും കുറയും. നമ്മൾ പറഞ്ഞു ടോർക്ക് E2 ആയിട്ട് പ്രൊപ്പോർഷണൽ ആണ്. E2 എന്ന് പറയുന്നത് V ആയിട്ട് പ്രൊപ്പോർഷണൽ ആണ്. അങ്ങനെയാണെങ്കിൽ ടോർക്ക് എന്തുമായിട്ടും പ്രൊപ്പോർഷണൽ ആയിരിക്കും, വോൾട്ടേജുമായിട്ടും പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ്, നമ്മൾ സപ്ലൈ വോൾട്ടേജ് നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, ടോർക്കും കുറയും. ടോർക്ക് കുറയുകയാണെങ്കിൽ എന്ത് കുറയും, സ്പീഡും കുറയും. This method is the easiest and cheapest, still rarely used because a large change in supplied voltage is required for relatively a small change in speed. സംഭവത്തിൽ ഈ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ഈ മെത്തേഡ് വളരെ എളുപ്പത്തിലുള്ള സംഭവമാണ്. പക്ഷെ അത് വളരെ റെയർ ആയിട്ട് അത് യൂസ് ചെയ്യാറുള്ളൂ. കാരണം നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജിൽ ഒരുപാട് ചേഞ്ച് വരുത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റൂ, സ്പീഡിൽ ഒരു ചെറിയൊരു വേരിയേഷൻ പോലും നമുക്ക് നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്, വളരെ റെയർ ആയിട്ട് യൂസ് ചെയ്യാറുള്ളൂ. And large change in supply voltage which result in large change in flux density, hence disturbing the magnetic conditions of the motor. അതായത് ഇനിയിപ്പോൾ അഥവാ നമ്മൾ പറഞ്ഞു സപ്ലൈ വോൾട്ടേജിൽ ഒരുപാട് ചേഞ്ച് വരുത്തിയാലേ സ്പീഡിൽ ഒരു ചെറിയ ചേഞ്ചെങ്കിലും ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ സപ്ലൈ വോൾട്ടേജിൽ വലിയ ചേഞ്ചുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ അപ്പോൾ നമ്മളുടെ ഫ്ലക്സ് ഡെൻസിറ്റിയിൽ നല്ല മാറ്റം ഉണ്ടാവും. അങ്ങനെ ഫ്ലക്സ് ഡെൻസിറ്റിയിൽ ഒരുപാട് മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ മോട്ടോറിന്റെ മാഗ്നറ്റിക് കണ്ടീഷൻസിനെ അത് എഫക്ട് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ സ്റ്റേറ്റർ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ് വളരെ റെയർ ആയിട്ട് യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്.
ഈ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റേറ്റർ വോൾട്ടേജിന്റെ ഗ്രാഫാണിത്. സ്പീഡാണ് എക്സ് ആക്സിസിൽ, ടോർക്കാണ് വൈ ആക്സിസിൽ. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡയഗ്രാം ആണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഗ്രാഫ് നോക്കിയാൽ കാണാൻ പറ്റും. സ്പീഡ് കൂടുമ്പോൾ ടോർക്കിൽ ഉണ്ടാവുന്ന, അതായത് ടോർക്ക് കൂടുമ്പോൾ സ്പീഡും കൂടും, ടോർക്ക് കുറയുകയാണെങ്കിൽ സ്പീഡ്, അതായത് സ്പീഡ് കുറവാണെങ്കിൽ ടോർക്കും. അത് നമ്മൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. നമ്മൾ ഇക്വേഷൻ, ടോർക്കിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് നോക്കുക. സ്പീഡിൻ്റെ വേരി എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ടോർക്കിൻ്റെ വേരിയേഷനും കാണുക. അവർ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. നമ്മൾ പറഞ്ഞു ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ മീൻസ് ടോർക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് ആരായിട്ട്, സപ്ലൈഡ് വോൾട്ടേജുമായിട്ട്. അപ്പോൾ സപ്ലൈ വോൾട്ടേജിൽ ഒരുപാട് ഡിഫറൻസ് വരുമ്പോഴേ മാത്രമേ സ്പീഡിൽ ഒരു ചെറിയ വേരിയേഷൻ വരുള്ളൂ. അപ്പോഴേ ടോർക്കിൽ, അതായത് സ്പീഡ് കുറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ടോർക്ക് കുറയും, അല്ലെങ്കിൽ സപ്ലൈ വോൾട്ടേജ് കുറയുകയാണെങ്കിൽ ടോർക്ക് കുറയും, ടോർക്ക് കുറയുകയാണെങ്കിൽ സ്പീഡ് കുറയും. അപ്പോൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡയഗ്രാം നോക്കിയാൽ അനലൈസ് ചെയ്യാൻ പറ്റുക. One stator frequency control. Synchronous speed of induction motor നമുക്ക് ns equal to 120 f by p ആണ്. f frequency ആണ്, p number of poles ആണ്. Thus the synchronous speed changes with changes in supply frequency. അതായത് സിങ്ക്രണസ് സ്പീഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫ്രീക്വൻസിയിൽ ചേഞ്ച് ഉണ്ടാവണം അല്ലേ. ആ ഇക്വേഷൻ നോക്കി അവർ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ത്, സിങ്ക്രണസ് സ്പീഡും ഫ്രീക്വൻസിയും. അപ്പോൾ സിങ്ക്രണസ് സ്പീഡിൽ ചേഞ്ച് വരണമെങ്കിൽ ചേഞ്ച് ഇൻ സപ്ലൈ ഫ്രീക്വൻസി ഉണ്ടായിരിക്കണം. അപ്പോഴേ സ്പീഡിലും എന്തുണ്ടാവുള്ളൂ, ചേഞ്ച് ഉണ്ടാവുള്ളൂ. This method is not widely used. This method is used where only the induction motor is supplied by a generator. ഇത് ഒരുപാട് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ല. ഇൻഡക്ഷൻ മോട്ടോറിന് ഒരു ജനറേറ്റർ വെച്ച് സപ്ലൈ കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മെത്തേഡ് സ്റ്റേറ്റർ ഫ്രീക്വൻസി കൺട്രോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു ജനറേറ്റർ വെച്ച് സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീക്വൻസി നമുക്ക് ഭയങ്കര സുഖമായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ബൈ ചേഞ്ചിങ് ദ ഫ്രീക്വൻസി വി ക്യാൻ കൺട്രോൾ ദ സ്പീഡ് എബവ് ആൻഡ് ബിലോ ദ റേറ്റഡ് സ്പീഡ്. അതായത് ഫ്രീക്വൻസി വേരി ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പീഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഈ മെത്തേഡിന്റെ പ്രത്യേകത. അതായത് ഫ്രീക്വൻസി വാരി ചെയ്തുകൊണ്ടാണ് ഇവിടെ എന്തിനെ കൺട്രോൾ ചെയ്യുന്നത്, സ്പീഡിനെ കൺട്രോൾ ചെയ്യുന്നത്. ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തുകൊണ്ട് സ്പീഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു പ്രിൻസിപ്പിളാണ് എന്തിലുള്ളത്, സ്റ്റേറ്റർ ഫ്രീക്വൻസി കൺട്രോൾ എന്നുള്ള ഈ മെത്തേഡിൽ ഉപയോഗിക്കുന്നത്. സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്രീക്വൻസി കൺട്രോൾ ആണിത്. ഫ്രീക്വൻസി ആണ് എക്സ് ആക്സിസിലുള്ളത്, ടോർക്കാണ് വൈ ആക്സിസിലുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക ഫിഗർ, ടോർക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ നോക്കുക. ഫ്രീക്വൻസി ഇങ്ങനെ കൂടി പോകുന്നതിനനുസരിച്ച് ടോർക്കിൽ ഉണ്ടാകുന്ന മാറ്റം കാരണം ചെറിയ ഫ്രീക്വൻസി ആവുന്ന സമയത്ത് ടോർക്ക് ഹൈ ആണ്. അതാണ് നിങ്ങൾ കാണുന്നുണ്ട് ഫസ്റ്റ് ഫിഗർ. ഓരോ പോയിന്റ്സ് നോട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് വിത്ത് ഫ്രീക്വൻസി കൺട്രോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, VF control. The increase in supply frequency increases the motor speed and also reduces the motor speed. അതായത് സപ്ലൈ ഫ്രീക്വൻസി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മോട്ടോർ സ്പീഡ് കൂട്ടുകയും ചെയ്യാം കുറക്കുകയും ചെയ്യാം. The increase in voltage result in increase in maximum torque. അത് നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റർ വോൾട്ടേജ് കൺട്രോൾ പറഞ്ഞപ്പോൾ ഒരു ടോർക്കിൻ്റെ ഇക്വേഷൻ കണ്ടു. ആ ടോർക്കിൻ്റെ ഇക്വേഷൻ വെച്ച് നമ്മൾ പറഞ്ഞിരുന്നു ടോർക്ക് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സപ്ലൈ വോൾട്ടേജ് ആണ്. അപ്പോൾ സപ്ലൈ വോൾട്ടേജിൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടോർക്കും എന്തായിരിക്കും, കൂടും. സോ ഇഫ് വി കമ്പൈൻ these two features, ഇതാണ് നമ്മളിപ്പോൾ പഠിച്ച രണ്ട് മെത്തേഡ് എന്ന്, സപ്ലൈ വോൾട്ടേജ് കൺട്രോളും സപ്ലൈ ഫ്രീക്വൻസി കൺട്രോളും. അതാണ് നമ്മൾ ഫസ്റ്റ് രണ്ട് പോയിന്റ് ഇവിടെ പറയുന്നത്. ഒന്ന്, ഫസ്റ്റ് പോയിന്റ് പറയുന്നത് നമ്മളെ ഫ്രീക്വൻസി കൺട്രോൾ മെത്തേഡാണ്. അതായത് ഫ്രീക്വൻസിനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് സ്പീഡ് കൺട്രോൾ ചെയ്യുക, കൂട്ടുക കുറക്കുക. രണ്ടാമത്തത് ടോർക്ക് കൂടുമ്പോൾ സ്പീഡ് കൂടുക അല്ലേ, അതൊന്ന്. അപ്പോൾ ഈ രണ്ട് മെത്തേഡും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു ഡിസൈനാണ് എന്ത്, ഈ VF കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത്. That is, if we combine these two features, we can achieve a control design by which the speed increases and the torque is kept the same. This is known as voltage frequency control. ഒന്നിൽ നമ്മൾ അവിടെ പറഞ്ഞത് ടോർക്ക് കൂടുമ്പോൾ എന്ത് പറഞ്ഞു, വോൾട്ടേജ് കൂടും, അത് അങ്ങനെയാണ് സ്പീഡ് കൺട്രോൾ. ഈ മെത്തേഡിൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ സ്പീഡ് കൂടുകയാണെങ്കിൽ പോലും ടോർക്കിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. അങ്ങനെ വെക്കുന്ന ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, VF കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത്.
അതായത് ഫസ്റ്റ് സ്റ്റേറ്റർ ഫ്രീക്വൻസി കൺട്രോൾ മെത്തേഡും സ്റ്റേറ്റർ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് വന്ന ഒരു ഡിസൈൻ ആണ് എന്ത് വി എഫ് കൺട്രോൾ. ഇതിൽ സ്പീഡ് കൂടുമ്പോൾ ടോർക്കിനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ബ്ലോക്ക് ഡയഗ്രാം റെപ്രസെൻറ്റേഷൻ ആണ്. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് വി എഫ് കൺട്രോൾ മെത്തേഡ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. The control of both voltage and frequency can be varied out through a use of three-phase inverter. അതായത് വോൾട്ടേജ് ഫ്രീക്വൻസി നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ത്രീ ഫേസ് കൺവേർട്ടർ അല്ലെങ്കിൽ ത്രീ ഫേസ് ഇൻവെർട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. A phase AC is converted into DC by a rectifier. ഇവിടെ നിങ്ങൾ നോക്കുക, ആദ്യം നമ്മൾ ത്രീ ഫേസ് സപ്ലൈ ആണ്, അവിടെ AC സപ്ലൈ ആണ് കൊടുക്കുന്നത്. ആ ACനെ നമ്മൾ പിന്നെ എന്താക്കും? DC ആക്കും. അത് എന്ത് യൂസ് ചെയ്തിട്ട്? റെക്ടിഫയർ യൂസ് ചെയ്തിട്ട്. എന്നിട്ട് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് നമ്മളൊരു ഫിൽറ്ററിലേക്കാണ് കൊടുക്കുന്നത്. ആ ഫിൽറ്റർ എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ DC ഔട്ട്പുട്ടിലെ ഹാർമോണിക്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പിന്നെ നമ്മളൊരു ഇൻവെർട്ടറിലേക്കാണ് കൊടുക്കുന്നത്. ആ ഇൻവെർട്ടറിന്റെ ഔട്ടായിട്ട് കിട്ടുക നമുക്ക് എന്തായിരിക്കും? ഒരു വേരിയബിൾ വോൾട്ടേജ് വേരിയബിൾ ഫ്രീക്വൻസി ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് എന്തിന്റെ ഔട്ടായിട്ട് കിട്ടുക? ഇൻവെർട്ടറിന്റെ ഔട്ടായിട്ട് കിട്ടുക. വേരിയബിൾ വോൾട്ടേജ് വേരിയബിൾ ഫ്രീക്വൻസി ഔട്ട്പുട്ട് ആണ് നമുക്ക് ഒരു ഇൻവെർട്ടറിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുക. പിന്നെ അത് എന്ത് ചെയ്യും? ആ വേരിയബിൾ വോൾട്ടേജ് വേരിയബിൾ ഫ്രീക്വൻസി ഔട്ട്പുട്ടിനെ നമ്മൾ ഒരു മോട്ടോറിലേക്കാണ് കൊടുക്കുന്നത്. ഇൻഡക്ഷൻ മോട്ടോറാണ് അത്. പിന്നെ ഇതാണ് ഒരു ബേസിക് വി എഫ് കൺട്രോൾ മെത്തേഡ്. പിന്നെ അതിൽ നമ്മൾ എന്താ പറയുന്നത്, ഒരു IGBT എന്താണ്? ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളർ ട്രാൻസിസ്റ്റർ കൊടുക്കുന്നുണ്ട്. അത് ഇപ്പോഴത്തെ മോഡേൺ VF ഡ്രൈവ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് എന്ത്? ഈ IGBT ഡ്രൈവ് എന്ന് പറയുന്നത്. ഈ IGBTക്ക് എന്താ പറയുക, ഓൺ ആവാൻ പറ്റും, ഓഫ് ആവാൻ പറ്റും. ഓരോ ടൈം പെർ സെക്കൻഡിൽ അതിന് ഓൺ ആവാം ഓഫ് ആവാൻ പറ്റും. അത് എന്തിനാന്ന് വെച്ചാൽ ഈ മോട്ടോറിലേക്കുള്ള പവറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു IGBT ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ മാത്രമല്ല ഈ IGBTയിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ആണ്. അത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ സൈൻ വേവിനെ സിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മോട്ടോറിലേക്കുള്ള ഡിസൈർഡ് ഫ്രീക്വൻസിയിൽ നമ്മൾ സൈൻ വേവിനെ സിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു AC സപ്ലൈ ആണ് ഉണ്ടാവുക. അതിനെ നമ്മൾ റെക്ടിഫയറിലൂടെ നമ്മൾ DC ആക്കും. എന്നിട്ട് അതിൻ്റെ ഹാർമോണിക്സ് ഒക്കെ ഒഴിവാക്കാൻ നമ്മൾ ഒരു ഇൻവെർട്ടർ ഫിൽട്ടർ ചെയ്യും. അതിനുശേഷം നമുക്കൊരു വേരിയബിൾ വോൾട്ടേജ് വേരിയബിൾ ഫ്രീക്വൻസി ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി നമ്മളൊരു ഇൻവെർട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ വേരിയബിൾ വോൾട്ടേജ് വേരിയബിൾ ഫ്രീക്വൻസി ഔട്ട്പുട്ടിനെ നമ്മളൊരു ത്രീ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറിലേക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു IGBT ഡ്രൈവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ സൈൻ വേവിനെ സിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ VF കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സ്റ്റേറ്റർ വോൾട്ടേജ് കൺട്രോളും സ്റ്റേറ്റർ ഫ്രീക്വൻസി കൺട്രോളും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വന്ന ഒരു ഡിസൈൻ ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ VF കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിന്റെ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ VF ആണ് ഈ കാണിക്കുന്നത്. ഫ്രീക്വൻസി ആണ് നമ്മളുടെ X ആക്സിൽ, Yയിൽ ടോർക്കാണ്. ടോർക്ക് മാക്സിമം ആകുമ്പോൾ ഫ്രീക്വൻസി എങ്ങനെയാണെന്നുള്ളത് കറക്റ്റായിട്ട് ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് VF കൺട്രോൾ മെത്തേഡിൽ നിങ്ങൾ അറിയാനുള്ളത്. എനിക്ക് എന്താണ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ് സ്പീഡ് കൺട്രോൾ, ഇൻഡക്ഷൻ മോട്ടോഴ്സിലൊക്കെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഈ VF കൺട്രോൾ മെത്തേഡ് തന്നെയാണ്. ഒന്നുകൂടി അഡ്വാൻറ്റേജസ് ഉള്ളത് ഈ മെത്തേഡിനാണ് ഉള്ളത്. ഓക്കെ. അപ്പോൾ ഇത്രയും ഈ 3 ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് സ്പീഡ് കൺട്രോൾ ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന സെക്ഷനിൽ അറിഞ്ഞിരിക്കാനുള്ളത്. VF കൺട്രോൾ മെത്തേഡിന്റെ സ്പീഡ് ടോർക്ക് ക്യാരക്ടറിസ്റ്റിക്സിനുള്ള കുറച്ച് അനാലിസിസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ സ്റ്റാർട്ടിംഗ് കറന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ലോ ആയിരിക്കും. ആ ഗ്രാഫിന്റെ എക്സ്പ്ലനേഷൻ ആണ് കേട്ടത്. പിന്നെ അത് സ്റ്റേബിൾ ഓപ്പറേറ്റിംഗ് റീജിയൺ എപ്പോഴും കൂടുതലായിരിക്കും, ഇൻക്രീസ് ചെയ്യും. പിന്നെ ദ മോട്ടോർ ക്യാൻ എന്താ പറയുക, മോട്ടോർ നമ്മൾ യൂഷ്വലി റൺ ചെയ്യുന്ന സിങ്ക്രണസ് സ്പീഡിന്റെ 5% നേരം, അതായത് സ്റ്റാർട്ടിംഗ് സ്പീഡ് എപ്പോഴും ഇൻഡക്ഷൻ മോട്ടോഴ്സിൽ എന്തായിരിക്കും? കുറവായിരിക്കും. പിന്നെ അതിൽ ടോർക്ക് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടാണ് വെക്കുക. അതാണ് VF കൺട്രോളിന്റെ പ്രത്യേകത. ടോർക്ക് കോൺസ്റ്റന്റ് ആയിരിക്കും. Since almost constant torque is available over the entire operating range, the speed of the motor becomes wider. നമ്മളുടെ മൊത്തം ഓപ്പറേറ്റിംഗ് ഏരിയകളിലും ടോർക്ക് കോൺസ്റ്റന്റ് ആണെങ്കിൽ പോലും സ്പീഡ് അവിടെ എന്താണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ലോഡിന് ആവശ്യമുള്ള സ്പീഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹയർ എഫിഷ്യൻസി
ഉണ്ടായിരിക്കും. അതാണ് ഈ മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത. നമ്മളുടെ ലോഡ് റിക്വയർമെൻ്റ് അനുസരിച്ച് നമുക്ക് സ്പീഡ് സെറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് എഫിഷ്യൻസി കൂട്ടുകയും ചെയ്യാം. പിന്നെ ഇതിൻ്റെ മോസ്റ്റ് ഓഫ് ദ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിലെ സോഫ്റ്റ് സ്റ്റാർട്ട് കാപ്പബിലിറ്റി, അതായത് തുടക്കത്തിലുള്ള ആ സ്പീഡ് വളരെ നോർമലാണ്, കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര അഡ്വാൻറ്റേജസ് ആണ്. അതായത് ചില മോട്ടോഴ്സിലൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഹൈ സ്പീഡിൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഹീറ്റ് ആവുക അങ്ങനെ ഉണ്ടാവുക. അങ്ങനെ ഒരു സംഭവം ഇതിലുണ്ടാവില്ല. ഇനീഷ്യലി സ്പീഡ് എന്തായിരിക്കും, വളരെ സ്ലോയിലാണ്. പിന്നീടാണ് അതിങ്ങനെ കൂടി നമ്മൾ ടോർക്ക് കോൺസ്റ്റന്റ് ആക്കി വെച്ച് അങ്ങനെയാണ് എന്താക്കുന്നത്, സ്പീഡ് ഇതിൽ ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്താ പറ്റും, മെക്കാനിക്കൽ സ്ട്രെസ്സസ്, മോട്ടോറിന്റെ മേലിലുണ്ടാകുന്ന മെക്കാനിക്കൽ സ്ട്രെസ്സസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ്. പിന്നെ മോട്ടോറിന്റെ ലോങ്ങർ മോട്ടോർ ലൈഫാണ്, ഇതിന് ലോങ്ങർ മോട്ടോർ ലൈഫും ഉണ്ട്. അതുകൊണ്ടാണ് വി എഫ് കൺട്രോൾ മെത്തേഡ് മോസ്റ്റ് കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വി എഫ് കൺട്രോൾ മെത്തേഡാണ്. അപ്പോൾ ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ടോർക്ക് എപ്പോഴും കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, അതിൻ്റെ സ്പീഡ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് പിന്നെ ലോഡ് റിക്വയർമെൻ്റ് ഒക്കെ കുറവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ സ്പീഡ് കൺട്രോൾ മെത്തേഡിൽ അറിഞ്ഞിരിക്കാനുള്ളത്. അപ്പോൾ ബാക്കി ഇനിയൊരു ടോപ്പിക്കും കൂടെ ഉണ്ട് ഈ മൊഡ്യൂളിൽ. അപ്പോൾ ബാക്കിയുള്ള സ്പീഡ് കൺട്രോൾ ടെക്നിക്സ് ഒന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതില്ല. ഈ 3 ടെക്നിക്സ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. ഓക്കെ, എവരിവൺ. ബാക്കി നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയാണ് സ്പീഡ് കൺട്രോൾ ടെക്നിക്സ് അല്ലെങ്കിൽ സ്പീഡ് കൺട്രോൾ മെത്തേഡ്സിൽ അറിയാനുള്ളത്. താങ്ക് യു.